Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് UPI ആപ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ UPI ആപ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഏതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ബെസ്റ്റ് UPI ആപ്സ്, നമുക്ക് ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് UPI ആപ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്കറിയാം കുറച്ച് കാലം മുമ്പ് വരെ ഗൂഗിൾ പേ ആയിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് UPI ആപ്പ്. ഇപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന UPI ആപ്പ് എന്ന് പറയുന്നത് ഫോൺ പേ ആണ്. പിന്നെയാണ് ഗൂഗിൾ പേ ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഫോൺ പേയിൽ നോക്കിക്കഴിഞ്ഞാലും ഗൂഗിൾ പേയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വലിയ ക്യാഷ് ബാക്കോ അങ്ങനെ സംഭവങ്ങളൊന്നും കിട്ടാറില്ല. ഫോൺ പേയിലൊക്കെ ഭയങ്കര കുറവാണ്. ഗൂഗിൾ പേയിൽ തനി വേസ്റ്റ് ഓരോ കൂപ്പണും വോച്ചേഴ്സും സംഭവമൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഗുണമുള്ള സാധനമാണല്ലോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് UPI ആപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ക്ഷാമവും സംഭവമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തെടുത്താൽ മതി ഏതാണ് നല്ലത്, ഏതാണ് സംഭവം എന്നൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്യാഷ് ബാക്കും കോയിൻസും വോച്ചേഴ്സും നല്ല വോച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന UPI ആപ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് ബെസ്റ്റ് ആപ്പ് കറൻ്റ്ലി എന്നൊക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ GHT വേൾഡ് കാണാത്ത പോയി കണ്ടുനോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും ടെലിഗ്രാം ചാനലിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്കുകളൊക്കെ ഫുൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ UPI ആപ്സുകളുടെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ 2-3 ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. കുറച്ച് മെയിൻ ഒഫീഷ്യൽ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാം. ആദ്യത്തെ ആപ്പ് എന്ന് തന്നെ പറയുന്നത് ക്രെഡ് തന്നെയാണ്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്പ് തൽക്കാലത്തേക്ക് UPI എന്ന് പറയുന്നത് ക്രെഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ക്യാഷ് ബാക്കും, ഇപ്പോൾ ക്യാഷ് ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഈ ക്യാഷ് ബാക്കും കോയിൻസും തരുന്ന ആപ്പുകളുണ്ട്. പക്ഷെ അതിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗമുള്ള ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ക്രെഡിൻ്റെ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. 1 രൂപ, 2 രൂപ, 5 രൂപ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ക്രെഡിറ്റ് ബാലൻസിൽ ഇപ്പോൾ 500 രൂപയുടെ കോയിൻസ് കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ അത് ഇതേപോലെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ക്രെഡിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം കിട്ടുമ്പോൾ നമുക്ക് അതുപോലെ ക്രെഡിറ്റ് കോയിൻസ് ആയിട്ട് വരും. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇനിയും സ്ക്രാച്ച് ചെയ്യാനുള്ള സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കാതെ കണ്ടു. അത് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. എന്താ കിട്ടുക നോക്കി നോക്കാം. അത് നമുക്ക് കോയിൻസാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ക്യാഷും മടക്കി കിട്ടാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 500 രൂപയുടെ ക്യാഷ് എടുക്കുന്നത്. നമുക്കിത് ബില്ലടയ്ക്കാനും റീചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്രെഡ് തന്നെയാണ്. അപ്പോൾ ക്രെഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്മുടെ ലിങ്ക് താഴെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം. ഞാൻ എൻ്റെ ഇപ്പോൾ മെജോറിറ്റി ഒരു 80% ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റും ക്രെഡിറ്റ് ത്രൂ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പോയിന്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പോയിന്റ് തിരിച്ച് കിട്ടുന്നത് നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ക്രെഡ് ഉപയോഗിക്കുന്നത് പ്രൊമോഷണൽ സംഭവങ്ങളൊന്നല്ല കേട്ടോ. രണ്ടാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ തന്നെയാണ്. അത് ഞാൻ മിക്കതും നമുക്ക് സെൽഫ് ട്രാൻസ്ഫർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പോൾ എന്താ പറയുക കൊറിയർ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലവർ അവരുടെ പേഴ്സണൽ മൊബൈൽ നമ്പറിൽ അയച്ചു കൊടുക്കാനൊക്കെ പറയും. അങ്ങനത്തെ സമയത്ത് നമുക്ക് ഗൂഗിൾ പേ തന്നെ രക്ഷയുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ UPI നമ്പർ ലിങ്ക്ഡ് ആണെങ്കിലും പക്ഷേ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗൂഗിൾ പേ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കാറ്. പക്ഷേ റയറാണ്, അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഗൂഗിൾ പേ. ഞാൻ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം. പിന്നെ ഫോൺ പേ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, പിന്നെ ഫോൺ പേ ആണ് ഉപയോഗിക്കുന്നത്. ഫോൺ പേയും ഗൂഗിൾ പേയും ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് ആമസോണിൽ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് ഉപയോഗിക്കുന്നത് ഫോൺ പേ ആണ്. അപ്പോൾ അത് ചില സമയത്ത് നല്ലതായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലും ഉപയോഗിക്കുന്നത് ഫോൺ പേ ആണ്. ഫോൺ പേ കൂടെ നമ്മൾ ഫ്ലിപ്കാർട്ട് വാങ്ങിക്കുമ്പോൾ ചില ഡിസ്കൗണ്ട്സും അതുപോലെ തന്നെ വൗച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അത് റയറാണ്, പക്ഷേ മെജോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഉപയോഗിക്കുന്നത് ഞാൻ ആമസോൺ പേ ആണ്. അത് ആമസോണിൻ്റെ ആപ്പിലാണ്, നിങ്ങൾക്ക് അറിയാം. അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും. ഇപ്പോൾ ആമസോൺ പേ ഞാൻ അതും ഇതേപോലെ തന്നെയാണ്, റയറാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 80% ക്രെഡും ബാക്കി ആണ് ഈ പറയുന്ന ആപ്പുകളൊക്കെ കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ പേസാപ്പ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പേസാപ്പ്. ഇപ്പോൾ എൻ്റെ HDFC അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഈ പേസാപ്പ് ഉപയോഗിക്കാൻ സുഖമാണ്. ഫുൾ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ പേസാപ്പിൻ്റെ ഗുണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വാലറ്റിലേക്ക് ക്രെഡിറ്റ് കാർഡിന് ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് പേസാപ്പിന്. അപ്പോൾ പേസാപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ ഗൂഗിൾ പേയും ഫോൺ പേനെക്കാട്ടൊക്കെ
ഒരു കുറച്ച് വേണമെങ്കിൽ കയറ്റി പിടിക്കാം ഉപയോഗിക്കുന്ന ലിസ്റ്റിലേക്ക്. അപ്പോൾ അത് അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് പിന്നെ ഒഫീഷ്യൽ നമ്മുടെ എന്താ പറയുക ബാങ്കിൻ്റെ ആപ്പുകളാണ്. ഇപ്പോൾ AU ബാങ്കിൻ്റെ ആപ്പ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആപ്പ്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആപ്പ്, പിന്നെ കോട്ടക് ബാങ്കിൻ്റെ ആപ്പ്, അങ്ങനെ ആക്സിസ് ബാങ്കിൻ്റെ ആപ്പ്, അങ്ങനെയുള്ള ഒഫീഷ്യൽ ആപ്പുകളാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന UPI ആപ്സുകൾ. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ എന്താ പറയുക ഇപ്പോഴത്തെ ഈ ടൈമിൽ വൺ ഓഫ് ദ ബെസ്റ്റ് UPI ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് ക്രെഡ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ക്രെഡിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് അടയ്ക്കാവുന്ന ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മിക്ക ആപ്പുകളും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ക്രെഡ് തന്നെയാണ്. അപ്പോൾ സെയിം തന്നെയാണ് നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ക്യാഷ് ബാക്കും കോയിൻസൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രെഡ് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന UPI ആപ്പ് ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റഡ് ആപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ക്രെഡ് ആൾക്കാർക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. ക്രെഡ് മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ UPI ആപ്സ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകളുടെ കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.